എളുപ്പം വരണം കേട്ടോ, ഞാൻ ഇവിടെ ഇരിക്കാം. വൈകുന്നേരം കാണുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുക. അയ്യോ, ഞാനങ്ങ് മറന്നുപോയി. വരൂ. സുനന്ദേ, സുനന്ദേ, നീ എവിടെയാ? ഏയ്, ഞാൻ വായിക്കാണ്. പുസ്തകം മറിച്ചു പിടിച്ചിരിക്കുന്നത്. ഓ, ഗംഗൻ. എന്താ രാധേ? ഞാൻ ഗംഗനോട് ഒരു കാര്യം ചോദിക്കണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. സുനന്ദയുടെ കാര്യമല്ലേ? ക്ഷമിക്കണം, ഞാനത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾ അടുത്തു, പരസ്പരം സ്നേഹിച്ചു. പഠനം കഴിഞ്ഞ് വിവാഹം കഴിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓഹോ, എന്റെ മംഗളാശംസകൾ. താങ്ക്സ്. ഗംഗൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. പക്ഷേ സുനന്ദയ്ക്കാണ് അങ്ങേ വിധിച്ചത്. ഞാൻ നിങ്ങൾക്ക് നന്മ നേരുന്നു. രാധേ, നീ പെട്ടിയും ബാഗും എടുത്തോണ്ട് എവിടെ പോന്നു? എനിക്ക് സൗകര്യമായിരുന്നു പഠിക്കാൻ ഒരു സിംഗിൾ റൂം കിട്ടി. രാധേ, എന്റെ കൂടെ കഴിഞ്ഞിട്ട് നിനക്ക് പഠിക്കാൻ സാധിക്കുന്നില്ലേ? ഏയ്, അതല്ല. ഒരു മുറി നമുക്ക് രണ്ടുപേർക്കും കൂടി പങ്കിടണ്ട. നീ തനിയായിക്കൊള്ളൂ. ഞാൻ ഒഴിഞ്ഞു തന്നിരിക്കുന്നു. എന്താ യോഹന്നാനെ? ഈ ഗോഡൌണിൽ നിന്ന് സിമെന്റും കമ്പിയും കൊണ്ടുപോകാൻ കോൺട്രാക്ടർ ആളെ കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ അത് തടഞ്ഞു. നേതാവ് സിമെന്റും കമ്പിയും വിട്ടുകൊടുക്കാൻ പറയുമായിരിക്കും. കരിങ്കാലികളെ, കരിങ്കാലികളെ, കരിങ്കാലികളെ. എന്താ കോൺട്രാക്ടർ സാറേ നിങ്ങളുടെ നീക്കം? ഞാൻ വാങ്ങി എന്റെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന സിമെന്റും കമ്പിയും എന്റെ ലോറിയിൽ ഞാൻ മറ്റൊരിടത്ത് കൊണ്ടുപോകും. ഞങ്ങൾ തടയും. അതെന്തൊരു ന്യായമാണ്? ഇത് ഈ ഡാം വർക്കിനുള്ള സാധനങ്ങളാണ്. തൊഴിലാളികൾക്ക് കൂലി കൊടുക്കാതെ ഒരു പണിമുടക്ക് സൃഷ്ടിച്ചുകൊണ്ട് ഈ സാധനങ്ങൾ ഇവിടെ മാറ്റാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പണിമുടക്ക് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. കൂലി കുടിശ്ശിക നിങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ബില്ല് മാറി കിട്ടുമ്പോൾ ഞാൻ കുടിശ്ശിക തീർക്കും. കുടിശ്ശിക തീർക്കുമ്പോൾ ഇവിടുത്തെ പണിമുടക്കും തീരും. സിമെന്റ് ഞാൻ കൊണ്ടുപോകും. നിങ്ങൾ കൊണ്ടുപോകില്ല. ഇൻസ്പെക്ടർ സാർ, ഇദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന റൌഡികളെ കൊണ്ട് സിമന്റ് ഇറക്കിച്ചാൽ ഈ ഗോഡൌൺ നാളെ കത്തിരി നിങ്ങൾ കാണേണ്ടതായി വരും. മിസ്റ്റർ വാസുകുട്ടമ്പിള്ളേ, ഈ പ്രശ്നത്തിനൊരു തീരുമാനമുണ്ടാകാതെ സിമന്റ് ഇറക്കാൻ പാടില്ല. സാർ, അത് ഇവിടെ സംഘർഷമുണ്ടാകാതെ നോക്കേണ്ടത് എന്റെ ചുമതലയാണ്. മിസ്റ്റർ ഗോപാലൻ, ഈ പ്രശ്നം തീരുമാനിക്കാതെ ആരും സിമന്റ് എടുക്കില്ലെന്ന് ഞാൻ വാക്ക് പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ തൊഴിലാളികളോട് പിരിഞ്ഞു പോകാൻ പറയൂ. തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം, തൊഴിലാളി ഐക്യം. സഖാക്കളെ, ഒരു തീരുമാനമുണ്ടാക്കാതെ ഈ ഗോഡൌണിൽ നിന്ന് സിമന്റും കമ്പിയും നീക്കം ചെയ്യില്ലെന്ന് പോലീസ് നമുക്ക് ഉറപ്പു തന്നിരിക്കുകയാണ്. ആ വാക്കിന് മാനിച്ച് ദയവ് ചെയ്ത് നിങ്ങൾ പിരിഞ്ഞു പോവുക. നമ്മൾ പോയി കഴിഞ്ഞിട്ട് നീക്കം ചെയ്താലോ? നീക്കം ചെയ്യില്ലെന്നല്ലേ പോലീസ് നമുക്ക് ഉറപ്പു തന്നിരിക്കുന്നത്. പോലീസ് മുതലാളിയുടെ ആളുകളാ, നിങ്ങൾ അവരെ വിശ്വസിച്ചോ? അയ്യോ, എനിക്ക് വേണ്ടായേ. ആ കുട്ടമ്പിള്ളക്ക് വകതിരുവുണ്ട്. സാർ ഇരിക്കുമ്പോ കുടിക്കത്തില്ല.
അതല്ലേ പിന്നെ കുട്ടമ്പിള്ളക്ക് വെള്ളം ഒഴിക്കണ്ടെന്നാണ് പറഞ്ഞത്. പിടിപ്പിച്ചോ. താൻ എന്താണ് ഈ കാണിക്കുന്നത്? പിതൃക്കൾക്ക് കൊടുക്കുക അന്നേ. പിതൃക്കൾക്കോ? ഓ, കാരണവന്മാരെല്ലാം വെള്ളം അടിക്കുമായിരുന്നേ. എല്ലാം ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുകയല്ലയോ. പൊതി പിടിച്ച് രാഗിയ വയറ്റുവേദന വരും. അതിനുള്ള ഒരു ചടങ്ങാന്നേ. കുട്ടമ്പിള്ള പോയി ആ പൊന്നമ്മയുടെ ചിക്കൻ കൊണ്ടുവരാൻ പറയും. ഞാൻ കൊണ്ടുവരാവേ. വേണ്ട, പൊന്നമ്മയുടെ കയ്യിൽ കൊടുത്തേച്ചാ മതി. ഓ, ചേട്ടാ എവിടെ കിടക്കുക? നീ വാടാ, നമുക്ക് ലോറിക്കകത്ത് കിടക്കാം. അയ്യോ എന്റെ പൊന്നു സാറേ, എനിക്ക് പേടിയാ. പേടിക്കാനൊന്നുമില്ലെന്ന്. എന്ത് ചെയ്യണമെന്ന് സാറ് പറഞ്ഞു തരും. അതുപോലെ അങ്ങ് ചെയ്തേച്ചാണ്. എന്നാലും ഞാൻ എടീ, ഇതിൽ 4 സാധനങ്ങളുണ്ട്. അതിൽ 2 എണ്ണം സൂക്ഷിച്ചെടുത്ത് ആരും കാണാതെ ഗോഡൗണിലെറിയണം. 2 എണ്ണം ഗോപാലിന്റെ വീട്ടിൽ കൊണ്ടുപോയി ഒളിച്ചിരിക്കണം. എന്നെ കൊണ്ട് ഇത് പറ്റുമോ സാറേ? നിന്നെ കൊണ്ടേ പറ്റൂ. വെറുതെ അല്ല, നിനക്ക് ഞാൻ 5000 രൂപ തരും. നീ പോയി കുട്ടമ്പിള്ളിയുടെ മുണ്ടും ഷർട്ട് എടുത്തിട്ട് തലയ്ക്കൊരു കെട്ടും കെട്ടിവാ. സാർ വേഗം ചെല്ലടി. എടി, കുട്ടമ്പിള്ള അറിയരുത്. എന്റെ ഗോഡൗൺ കത്തിയെറിഞ്ഞാലും വേണ്ടില്ല, നാളെ അവരെ അകത്താക്കണം. തീ കത്തിയെരിയുന്ന കാണാമെന്നല്ലേ അവൻ പറഞ്ഞത്. ആരാൾ കത്തിയെറിയുന്നെന്ന് നാളെ കാണിച്ചു കൊടുക്കും. ഈ ഗോഡൌൺ കത്തിയിരിക്കുമെന്ന് നേതാവ് ഇന്നലെ വെല്ലുവിളിച്ചത് ഇൻസ്പെക്ടറും കേട്ടതല്ലേ? ഈ സംഭവത്തിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. തർക്കമൊന്നും വേണ്ട. മിസ്റ്റർ ഗോപാലൻ, നിങ്ങളുടെ പാർട്ടി ഓഫീസ് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം. എവിടെ വേണമെങ്കിലും പരിശോധിച്ചോളൂ. വരണം. പരിശോധിക്കാം. ഇതിനകത്തൊന്നുമില്ല സാർ. സാർ, വേണമെങ്കിൽ എന്റെ വീട് കൂടി ഒന്ന് പരിശോധിക്കാം. ശരി, വരൂ.
സാർ, ഇത് ചതിയാണ്, കൊടും ചതി. പ്ലീസ് കം വിത്ത് മീ. തരണം, ഞങ്ങളെ തടസ്സപ്പെടുത്തരുത്. ഒരു കുറ്റവും ചെയ്യാത്ത ഗോപാലനെ ജയിലിൽ കൊണ്ടോ ഞങ്ങൾ സമ്മതിക്കത്തില്ല. മിസ്റ്റർ ഗോപാലൻ, ഞങ്ങൾക്ക് നിയമം നടത്തണ്ടേ? ദയവ് ചെയ്ത് നിങ്ങൾ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കൂ. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നിസ്സഹായനാണ്. നിങ്ങൾ ദയവായി നിയമം നടത്തുന്നതിന് അദ്ദേഹത്തെ തടസ്സപ്പെടുത്തരുത്. ഞാൻ കുറ്റവാളിയല്ല, അത് എനിക്ക് നിങ്ങൾക്കും അറിയാം. മറ്റുള്ളവരെ നമ്മൾ ബോധ്യപ്പെടുത്തുകയും വേണം. അതുകൊണ്ട് ദയവായി നിങ്ങൾ വഴിമാറി കൊടുത്തേക്കുക. എല്ലാരും വഴിമാറി കൊടുക്കണം, കൊടുക്കണം. ബുദ്ധി എന്റേതാണെങ്കിലും അത് പ്രയോഗിച്ച് ചേട്ടനല്ലേ. കൺഗ്രാറ്റുലേഷൻസ്. കണക്ക് കൂട്ടിയത് പോലെ തന്നെ നേതാവ് അകത്തായി. നിരാഹാരമാണെന്ന് കേട്ടു. നടക്കട്ടെ. പിന്നെ നമ്മുടെ പൊന്നമ്മയുടെയും നാണപ്പിന്റെയും കല്യാണക്കാര്യം നമ്മൾ തമ്മിൽ ആലോചിച്ചെന്തായി? അവൻ സമ്മതിച്ചോ? വെരി ഗുഡ്. എന്നാൽ നമുക്ക് ഉടനെ നടത്തിക്കളയാം. ഓക്കെ ഓക്കെ. ആ നാണപ്പൻ ചെറുക്കന്റെ കൈ വല്ല കാശോ ചക്രം ഉണ്ടോ സാറേ? പിന്നെ കാശില്ലാതിരിക്കുവോ? അവൻ നല്ലവനാടോ, പാവം. പാവം ഒരു പൊന്തോന് എങ്ങനെ കൂടെ പോർക്കും? നീ പോർക്കണ്ടടി, നിനക്ക് സാറില്ലേ? എടീ, നിനക്കൊരു മേൽവിലാസം ഉണ്ടാകുന്നത് നല്ലതാടി. നേരാ സാറേ. പെണ്ണായാൽ മനുഷ്യനെ ബോധിപ്പിക്കാനെങ്കിലും ഒരു അന്തിക്കൂട്ട് വേണം. നാണപ്പനല്ലാതെ വേറെ ആരും നിന്നെ താലി കെട്ടിയാലും നമുക്ക് ഇതുപോലെ കയ്യാൻ ഒക്കിലടി. അത് പറഞ്ഞാൽ ഇവളുടെ തലയെ കേറത്തില്ല സാറേ. എടീ പൊന്നമ്മേ, കതിർമണ്ഡപത്തിൽ കേറുന്നതിന് മുമ്പേ എനിക്ക് ദക്ഷിണ തരണം. അതിന് അവള് തന്നെ തരണോ? ഞാൻ തന്നാലും പോരെ? സാറ് തന്നാലും അവള് തന്നാലും കാശ് സാറിന്റെ തന്നെയല്ലേ. അന്ന് എനിക്ക് വയറ് നിറച്ച് ഡിപ്ലിക്കോസ് അടിക്കണം സാറേ. എന്റെ ഒരു ആശയാ. ഇത് നാണപ്പിന് കല്യാണത്തിന് എടുക്കാനുള്ള മുണ്ടും ഷർട്ടുമാണ്. ഇത് അവൾക്ക് സാരി. കൊച്ചമ്മ ഡ്രസ് തന്നു, അങ്ങനെ കുറെ രൂപയും തന്നു. പക്ഷേ ഈ കാർ എന്റെ കല്യാണത്തിന് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ പറഞ്ഞിട്ടാ തന്നത്. ബില്ല് മാറി കിട്ടിയിരുന്നെങ്കിൽ കല്യാണമേ ഇവിടെ വെച്ച് നടത്തുമായിരുന്നു. അതിരിക്കട്ടെ, എന്തോ കംസൻകുട്ടൻപിള്ളയുടെ അനന്തരവളാണോ പൊന്നമ്മ? എന്നാണ് മൂപ്പിലാൻ പറയുന്നത്. പക്ഷെ അതിന്റെ അക്കൽദാമി എന്താണെന്ന് എനിക്കറിയില്ല. ഇനി ചോദിച്ചറിയാമല്ലോ. ദാസാറിന്റെ പാചകമൊക്കെ അവളാണല്ലേ? അതെ. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ ഉടനെ വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല. എഞ്ചിനീയർ സാറിന്റെ അക്കൽദാമ മുടങ്ങി പോയില്ലേ? അത് ശരിയാ. അദ്ദേഹം എങ്ങോട്ടെങ്കിലും സ്ഥലം മാറി കഴിഞ്ഞാൽ ഒരു വീടെടുത്ത് രണ്ടുപേർക്കും കൂടി താമസിക്കണം. എന്നാ ഇനി നീ താമസിക്കണ്ട. കല്യാണം മംഗളമായി നടക്കട്ടെ. കല്യാണം കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വരുള്ളൂ. അങ്ങുന്നിന്റെയും കൊച്ചമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കാതെ ഞങ്ങൾ വേറെ ഒരു അക്കൽദാമയ്ക്കും പോയില്ല. പൊന്നമ്മേ, അങ്ങൊന്നും കൊച്ചമ്മയും നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പൊ നിന്റെ കഴുത്ത് താലി കെട്ടി. അപ്പൊ എന്നോട് സ്നേഹമില്ലായിരുന്നു? സ്നേഹമുണ്ട്. പക്ഷെ ഒരു ഭാര്യ എന്ന നിലയിൽ ഒരു വീടെടുത്ത് താമസിപ്പിക്കാനുള്ള അക്കൽദാമ എന്റെ കയ്യിലായിരുന്നു. അതുകൊണ്ട് അതിനുള്ള സൗകര്യം വന്നിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന് കരുതി. ഏതായാലും നമുക്ക് രണ്ടുപേർക്കും ജോലിയുണ്ടല്ലോ. കഴിയുന്നതും വേഗം നമുക്കൊരു വീട് വെക്കണം. നിന്നെ ഇനി ജോലിക്ക് അയക്കരുതെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ പറഞ്ഞിട്ട് ഫലമില്ലല്ലോ.
തൽക്കാലം പകൽ നമുക്ക് ജോലി ചെയ്യാം. രാത്രിയിൽ എന്നും ഞാൻ ഇങ്ങ് വരാം. കാശൊന്നും കളയാതെ തന്നെ ഏൽപ്പിക്കണം. എന്തിനേ നിന്റെ മാമനോടില്ലേ? രണ്ടുപേരും കാശ് എന്നെ ഏൽപ്പിച്ചാ മതി. വേണ്ട വേണ്ട, ഞങ്ങൾ ജോലി ചെയ്യുന്ന കാശ് ഞങ്ങൾ സൂക്ഷിച്ചോളാം. ആരെ സഹായിക്കാൻ വരണ്ട. തല തെറിച്ചവളെ, ഒരു സംബന്ധക്കാരനെ കിട്ടിയപ്പോ നീ മൂട് മറന്നോ? ഒറ്റ ബീക്കാൻ താൻ വീക്കുക പൊന്നമ്മയെ എന്നെ വീക്കുന്നൊന്ന് കാണട്ടെ. ഞാനൊരു കളിതമാശ പറഞ്ഞല്ലേ നാടപ്പ, നീ അതൊക്കെ കാര്യമാക്കേ. എടോ ഡിപ്പിക്ലോസേ, പൊന്നമ്മ ഇപ്പൊ എന്റെ ഭാര്യ. ആര്? എന്റെ ഭാര്യ. തന്റെ അല്ല, എന്റെ. താൻ അവളെ ഭരിക്കാൻ വന്നാലേ അടിച്ച് തന്റെ അക്കെല്ലാം ഇളക്കി കളയും. എന്തോന്ന്? അപ്പോ ഞാനവനൊന്ന് വരട്ടി നോക്കിയതാ. മോളെ മുട്ടായി. ഇപ്പൊ ഇവർക്ക് മാമനേക്കായി സ്നേഹം മുട്ടായിയോടാ. അവൾ എന്തിനെങ്കിലും സ്നേഹിച്ച് പഠിക്കട്ടെ. ഇത് കൊണ്ടുപോയി വെട്ടി കഴുകി വറുത്തും പൊരിച്ചൊക്കെ വെക്കാൻ. ഇന്നെന്താ പതിവില്ലാതെ വലിയ മീൻ? അറിഞ്ഞില്ലേ, ചേട്ടൻ ഇന്ന് ജാമ്യത്തിൽ ഇറങ്ങുക. ജയിലിൽ 2-3 ദിവസമായിട്ട് ഗോതമ്പുണ്ടുമായിട്ട് കഴിയില്ലായിരുന്നു. ഇന്നെങ്കിലും വയറ് നിറച്ച് നല്ലതുപോലെ വല്ലതും കഴിക്കണം. കൂലി കിട്ടാത്ത ഈ സമയത്ത് എന്തിനാ ഇത് വാങ്ങിയത്? ആ കടമല്ലേ, കാശ് കിട്ടുമ്പോ കൊടുക്കും. ബില്ല് മാറിയില്ലെങ്കിലും കൂലിക്കുടിശ്ശിക തീർത്തു കൊടുക്കാൻ സർക്കാരിൽ നിന്ന് പണം അയച്ചിട്ടുണ്ട്. അപ്പോൾ സമരം നിർത്താമല്ലോ. നിർത്താം. ഗോപാലൻ കിടന്ന് വന്നത്. മോളെ, ഇന്ന് നിന്റെ മാമൻ വരും. രണ്ടു ദിവസം കൊണ്ട് ചേട്ടനങ്ങ് ക്ഷീണിച്ചു പോയി. നിനക്ക് തോന്നുന്ന എത്ര പ്രാവശ്യം ജയിലിൽ പോയിട്ടുള്ളവനാ ഞാൻ. എനിക്ക് പേടിയായിരുന്നു. അയാൾക്ക് ആരെങ്കിലും പിടിച്ച് കിടത്താൻ പാടില്ലായിരുന്നു. ബാവ എന്നും രാത്രി ഈ തിണ്ണയ്ക്ക് വന്ന് കിടക്കുമായിരുന്നു. അതെ ചേട്ടാ, എന്നും അരി സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തരുമായിരുന്നു. നല്ല സ്നേഹമുള്ള മനുഷ്യനാ.